ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും അവിടുത്തെ രക്ഷാകരമായ പുനരുദ്ധാനത്തെയും കുറിച്ചാണ് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം പറയുകയുണ്ടായി: നമ്മളെല്ലാവരും ജനിച്ചത് ജീവിക്കുവാൻ വേണ്ടിയാണ്, എന്നാൽ യേശുക്രിസ്തു മാത്രം ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിക്കുവാൻ വേണ്ടി ആണ് അവിടുന്ന് ഈ ഭൂമിയിൽ ജനിച്ചത്. അതുകൊണ്ടാണ് അവിടുത്തെ ജനനം ഇത്രമാത്രം രക്ഷാകരമായി മാറിയത്. കാൽവരിയുടെ വിരിമാറിൽ തൻ്റെ ജീവിതം നമുക്ക് വേണ്ടി യാഗമായി മാറ്റി നമ്മെ സ്നേഹിച്ച ഒരു പുത്രൻ തമ്പുരാൻ, എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം തൻ്റെ പീഡാസഹനങ്ങളിലൂടെയും മരണത്തിലൂടെയും കാണിച്ചു തന്ന ഒരു പുത്രൻ തമ്പുരാൻ. ആ പുത്രൻ തമ്പുരാൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ബോധ്യമുള്ളവരായിരിക്കുക, അവൻ ജനിച്ചതും മരിച്ചതും എനിക്ക് വേണ്ടിയാണ്. അവൻ പുനരുദ്ധാനം ചെയ്തത് എൻ്റെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അവിടുത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നാം ഓർക്കേണ്ടത്. ഒന്ന്, ഉദ്ധിതം പഠിപ്പിക്കുന്ന കൂട്ടായ്മയും പങ്കുവയ്ക്കലും. സമ്പത്തും സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും ആഘോഷങ്ങളും ഉള്ള തിരക്കുള്ള ഒരു ജനസമൂഹത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. സുഹൃത്ത് വലയങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്ന അനേകരെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. അവരുടെയൊക്കെ ചിന്ത അവിടെയാണ് നിത്യമായ സന്തോഷം എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്രകാരമാണ്: തൻ്റെ തന്നെ ജീവിതം നൽകുന്നതാണ് ഒരു പങ്കുവയ്ക്കൽ എന്നുള്ളത്. തൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്ന യേശുക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി തൻ്റെ ഓർമ്മ ഈ ലോകത്തിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടി തൻ്റെ തിരുശരീര രക്തങ്ങൾ ഈ ജനത്തിന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സ്നേഹവും പങ്കുവയ്ക്കലും കൂട്ടായ്മയും. ഈ ലോകത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നത് എവിടെയാണ് നിത്യമായ സന്തോഷം എന്നുള്ളതാണ്. ഉദ്ധിതനായ ക്രിസ്തുവിലാണ് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ വൈകരുത്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, കൂടെ നടക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന പരാജയങ്ങൾക്കും നഷ്ടങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും മധ്യേ പ്രത്യാശയോടെ ഉദ്ധിതനിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തിയാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സഹനത്തിനും മരണത്തിനും അപ്പുറം ഒരു ഉദ്ധാനമുണ്ടെന്നുള്ള സത്യമാണ് അവിടുത്തെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് കാണിച്ച് നൽകുന്നത്. വിശ്വാസികൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. നമ്മുടെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തോറ്റ് പിൻവാങ്ങുകയല്ല, എനിക്ക് വേണ്ടി സഹനങ്ങളേറ്റ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുണ്ട് എന്ന ബോധ്യത്തിലേക്കാണ് നാം ഓരോരുത്തരും വളരേണ്ടത്. അവിടുന്ന് നമ്മുടെ ഓരോ നിമിഷവും വഴി നടത്തുമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വളരാം. നമ്മളെ തന്നെ അവിടുത്തേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കൂടെ വസിക്കുവാൻ ഈശോയെ നാം നിർബന്ധിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. യേശു പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചും അത് പ്രവൃത്തി പദത്തിൽ എത്തിച്ചും അവനോടൊപ്പം നമുക്ക് നടക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും നിർമ്മലമായി കാത്തുസൂക്ഷിക്കാം. ഈശോയുടെ ഉദ്ധാനം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ജീവവും നമ്മുടെ ജീവിതത്തിനും ഒരു മാറ്റമുണ്ടായി നല്ല ഒരു ഉദ്ധാനം, പുതിയ മനുഷ്യനായി തീരുവാനുള്ള ഒരു വിളി കൂടിയാണ്
ഈ ഉയർത്തെഴുന്നേൽപ്പ് അവിടുത്തെ ഉദ്ധാനമെന്ന് നമുക്ക് തിരിച്ചറിയാം. നല്ലൊരു മനുഷ്യനായി നല്ല സമൂഹത്തിന് നന്മ ചെയ്യുന്ന മക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.